അടുത്ത ചോദ്യത്തിൽ നമുക്ക് രണ്ട് സബ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇന്റർസെക്റ്റിംഗ് ദ എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ഒറിജിൻ. ഒറിജിനിൽ നിന്നും 3 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറിയിട്ട് എക്സ് ആക്സിസിനെ ഈ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിന്റെ സ്ലോപ്പ് എത്രയാണ്? -2 ആണ് എന്നുള്ള കാര്യം കൂടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പറയുന്നത് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ പോയിന്റ് 1, 2 ഇൻ ദ ലൈൻ x - 3y + 4 = 0. ഈ ലൈനിന്റെ അടിസ്ഥാനത്തിൽ 1, 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ഇമേജ് എന്തായിരിക്കും? ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഗിവൺ കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് -2 ആണ്. പിന്നെ ഒറിജിനിൽ നിന്നും 3 യൂണിറ്റ് പിന്നിലേക്ക് മാറി ആ ലൈൻ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു. അതായത് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഒറിജിനലിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് 3 യൂണിറ്റ് പിന്നിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് -3 എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് ഡി എന്ന് പറയുന്നത് എത്രയാണ്? -3 ആണ്. ഡി = -3. ഒരു ലൈനിന്റെ സ്ലോപ്പ് അറിയാം, അതുപോലെ തന്നെ എക്സ് ഇന്റർസെപ്റ്റും അറിയാം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞ ആശയത്തിലൂടെ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് y is equal to m into x minus d. y is equal to -2 into x minus 3. y is equal to -2x minus 6. 2x plus y plus 6 equal to 0. സെക്കൻഡ് പാർട്ടിൽ ചെയ്യാനുള്ളത് എന്താണ്? ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിന്റെ ഇമേജ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണം. അതിന്റെ ഒരു ജിയോമെട്രിക്കൽ ഐഡിയ ആണ് ബോർഡിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ലൈൻ എന്ന് പറയുന്നത് x - 3y + 4 = 0. പോയിന്റ് എന്ന് പറയുന്നത് 1, 2 ആണ് തന്നിരിക്കുന്നത്. അതിനെ P എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടുണ്ട്. Q എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് കൂടി നിങ്ങൾക്ക് അവിടെ കാണാം. Q എന്ന് പറയുന്നത് P-ന്റെ ഇമേജ് ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് അറിയാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ HK എന്ന് പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ലൈനിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ലൈൻ x - 3y + 4 = 0 ഈസ് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഫോർമുല ഉപയോഗിക്കാം. ഫോർമുല ഉപയോഗിക്കുമ്പോൾ -1 divided by -3 is equal to 1/3. അപ്പോൾ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ്? 1/3 ആണ്. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് P യും Q യും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ കിട്ടും. ആ ലൈനിനും ഇതുപോലെ എന്തുണ്ട്? സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് സ്ലോപ്പ് ഓഫ് PQ ഈസ് രണ്ട് പോയിന്റുകളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ y2 - y1 x2 - x1 ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ k - 2 h - 1 ഈ ഒരു ലൈനും PQ എന്ന് പറയുന്ന ലൈനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? PQ എന്ന് പറയുന്ന ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈനും PQ എന്ന് പറയുന്ന ലൈനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കണം? -1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാം k - 2 h - 1 into 1/3 equal to -1. k - 2 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k - 2 ആണ് വരിക. ഡിവൈഡഡ് ബൈ h - 1 into 3h - 3 equal to -1. ക്രോസ് ആയിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k - 2 equal to -3h + 3. അതായത് 3h + k equal to 5. ഇക്വേഷൻ നമ്പർ 1. P-ന്റെ ഇമേജ് ആയിട്ടാണ് Q വരിക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് PQ എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് PQ എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അടുത്ത് കണ്ടെത്താനുള്ളത്. മിഡ് പോയിന്റ് ഓഫ് PQ ഈസ് അങ്ങനെയാണ് ഫോർമുല പറഞ്ഞിരിക്കുന്നത്. x കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. y കോർഡിനേറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? x കോർഡിനേറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ h + 1 divided by 2 k + 2 divided by 2
ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റ് എന്ന് പറയുന്നത് പി ക്യു എന്ന് പറഞ്ഞ ലൈനിന്റെ മുകളിലും അതുപോലെ തന്നെ എക്സ് മൈനസ് 3y പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനിന്റെ മുകളിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് പകരം എന്ത് കൊടുക്കാം? എച്ച് പ്ലസ് 1/2 കൊടുക്കാം. y എന്നതിന് പകരം k പ്ലസ് 2/2 കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എച്ച് പ്ലസ് 1/2 മൈനസ് 3 ഇൻറ്റു k പ്ലസ് 2/2 പ്ലസ് 4 ഈക്വൽ ടു 0. h പ്ലസ് 1 മൈനസ് 3k മൈനസ് 6 പ്ലസ് 8 ഈക്വൽ ടു 0. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇതിന്റെ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, ഇതിന്റെ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, പക്ഷെ ഇതിന്റെ ഡിനോമിനേറ്ററിൽ 2 ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റണം? 4 എന്ന് പറയുന്നതിനെ 8/2 എന്ന് പറഞ്ഞ ഫോമിൽ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാനുള്ളത് സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? നമുക്ക് ഈ ഒരു ഫോമിലേക്ക് വരും. ഇവിടെ നമുക്കിതിനെ ഒന്നുകൂടി കൂടി അറേഞ്ച് ചെയ്താൽ h മൈനസ് 3k ഈക്വൽ ടു 8 പ്ലസ് 1 9 ഉണ്ട്, 9 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 3 വരും. ഇത് പ്ലസ് ആണ്, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് വരും -3. ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ എച്ചിലും കെയിലുമുള്ള 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നു. എച്ച് കാണുന്നു, കെ കാണുന്നു. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യന്റുകൾ ഒരുപോലെ ആയിരിക്കണം. ഇവിടെ 2 ടേമിന്റെയും കോഎഫിഷ്യന്റുകൾ ഒരുപോലെയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് ഒരുപോലെ ആക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ അതുപോലെ എടുക്കുകയാണ്. 3h പ്ലസ് k ഈക്വൽ ടു 5 അങ്ങനെ തന്നെ എടുക്കുകയാണ്. സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 3h മൈനസ് 9k ഈക്വൽ ടു -9. ഈ 2 ഇക്വേഷൻ തമ്മിൽ ഞാൻ മൈനസ് ചെയ്യാം. ഇവിടെ 3h ഉണ്ട്, ഇവിടെ 3h ഉണ്ട്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്താവും? എച്ചിന്റെ ടേം ക്യാൻസൽ ചെയ്ത് പോവും. കെയിൽ നിന്നും -9k മൈനസ് ചെയ്താൽ 10k ഈക്വൽ ടു 5 മൈനസ് -9 എന്ന് പറയുന്നത് എത്രയാണ്? 14. k ഈക്വൽ ടു 14/10 which is equal to 7/5. അപ്പോൾ കിട്ടിയ കെയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ വാല്യൂ നമ്മൾ എടുത്തിട്ട് k ഈക്വൽ ടു 7/5 ഇക്വേഷൻ നമ്പർ 2 രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് എന്താണ്? h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 പ്ലസ് 3k, അതായത് -3 പ്ലസ് 3 ഇൻറ്റു 7/5 which is equal to -15 പ്ലസ് 21 divided by 5 by 1 കൊടുത്ത് ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. which is equal to 6/5. അപ്പോൾ ഇമേജ് എന്ന് പറയുന്ന ആ പോയിന്റ് ഏതാണ് വരിക? Q എന്ന് പറയുന്ന പോയിന്റ് ആണ് വരിക. അവിടെ HK എന്ന് പറഞ്ഞാണ് കോർഡിനേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. H എന്ന് പറയുന്നത് 6/5, K എന്ന് പറയുന്നത് 7/5. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ സ്ട്രൈറ്റ് ലൈൻ 3x മൈനസ് 4y മൈനസ് 16 ഈക്വൽ ടു 0. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന കാര്യം കണ്ടെത്തണം. ഇത് ജനറൽ ഫോമിലാണ് കിടക്കുന്നത്. ഫോർമുല ഏതാണ്? -a/b. ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -3/-4 ഈക്വൽ ടു 3/4. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ അബവ് ലൈൻ ഈസ്. ലൈനിന്റെ സ്ലോപ്പ് 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കാണണമെങ്കിൽ നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യണം. നെഗറ്റീവ് റെസിപ്രോക്കൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3/4ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 4/3 വരും. കൂടാതെ എന്തുകൂടി വരും? നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യം കൂടി കയറി വരും. അടുത്ത സബ് ക്വസ്റ്റ്യൻ പറയുന്നത് -1 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നതും തൊട്ടു മുകളിൽ പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലർ ആകുന്നതുമായ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് -1 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ 3x മൈനസ് 4y മൈനസ് 16 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനിലേക്ക് വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫൂട്ട് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണം. ഫൂട്ട് എന്ന് പറഞ്ഞാൽ അറ്റം വരുന്നത് ഒരു പോയിന്റ് ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. തേർഡ് പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പാസ് ചെയ്യുന്ന പോയിന്റ് -1 3 ആയിരിക്കണം. ഇതിനെ ഞാൻ x0 y0 എന്ന് പറഞ്ഞെടുക്കുകയാണ്. -1 3. ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്കറിയാം, പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പും അറിയാം. അതാണ് ആദ്യത്തെ 2 സബ് ക്വസ്റ്റ്യൻസുകൾ. പെർപെൻഡിക്കുലർ ലൈനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് പറയാം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -4/3. പെർപെൻഡിക്കുലർ ലൈനിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം?
പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം, അതുപോലെ തന്നെ സ്ലോപ്പും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് y minus y naught equal to m into x minus x naught. y minus y naught എന്ന് പറയുന്നത് 3 equal to m എന്ന് പറയുന്നത് -4/3 into x minus x naught എന്ന് പറയുന്നത് -1. 3y minus 9 equal to -4x minus 4. ഇവിടെ പോസിറ്റീവ് ആണെങ്കിലും പുറത്തുനിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നെഗറ്റീവ് ആണ്. 4x plus 3y minus 9 plus 4 equal to 0. എല്ലാ ടേമിനെയും നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. 4x plus 3y minus 5 equal to 0. ലാസ്റ്റ് സബ് പാർട്ടിന്റെ ഒരു ജിയോമെട്രിക്കൽ ഐഡിയ ആണ് ബോർഡിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ലൈൻ എന്ന് പറയുന്നത് വരച്ചിട്ടുണ്ട് 3x minus 4y minus 16 equal to 0. P എന്ന് പറയുന്ന പോയിന്റ് -1 3. നമുക്ക് വേണ്ടത് -1 3യിൽ നിന്ന് ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ അറ്റം, അതൊരു പോയിന്റ് ആണ് വരിക. അതാണ് ബോർഡിൽ Q എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ കോർഡിനേറ്റ്സുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടെത്താനുള്ളത്. ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ PQ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് 3/4. സ്ലോപ്പ് ഓഫ് PQ ഈസ് k minus 3 divided by h minus -1 is equal to k minus 3 by h plus 1. രണ്ട് ലൈനുകളുടെയും നമുക്ക് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. രണ്ട് ലൈനും തമ്മിലുള്ള ബന്ധം പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ 3/4 into k minus 3 by h plus 1 equal to -1. സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. 3k minus 9 by 4h plus 4 equal to -1. അതായത് 3k minus 9 equal to -4h minus 4. 4h plus 3k equal to -4 plus 9 is equal to 5. 4h plus 3k equal to 5. Question number 1. ഇനി Q എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. Q എന്ന് പറഞ്ഞ പോയിന്റ് ലൈനിന്റെ മുകളിലെ പോയിന്റ് ആണ്. PQ എന്ന് പറഞ്ഞ ലൈനിലെ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ HK എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 3h minus 4k minus 16 equal to 0 ആയിരിക്കണം. അതായത് 3h minus 4k എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 16 ആയിരിക്കണം. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എച്ചിലും കെയിലുമുള്ള രണ്ട് ഇക്വേഷൻസുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ടും തമ്മിൽ സോൾവ് ചെയ്ത് നമുക്ക് എച്ചും കെയും കണ്ടെത്താം. ഒന്നും രണ്ടും ഇക്വേഷൻ ശ്രദ്ധിക്കുക. രണ്ട് ടേമുകളുടെയും കോഎഫിഷ്യന്റുകൾ ഒരുപോലെയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപോലെ ആക്കണം. അതിനുവേണ്ടി ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, 12h plus 9k equal to 15. സെക്കൻഡ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12h minus 16k equal to 64. രണ്ട് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 9k minus -16k equal to 15 minus 64. അതായത് 25k equal to -49, k equal to -49 by 25. ഈ കിട്ടിയ kയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. k equal to -49 by 25 in equation number 2. Equation number 2 ൽ പറയുന്നത് എന്താണ്, 3h എന്ന് പറയുന്നത് 16 plus 4k ആണ്. അതായത് 16 plus 4 into -49 divided by 25 by 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 400 minus 196 divided by 25 which is equal to 204 by 25. അതായത് h is equal to 204 by 25 into 3. 3 എന്ന് പറയുന്നത് 204 ക്യാൻസൽ ചെയ്യാം, 68 times 68 by 25. Therefore Q 68 by 25, -49 by 25. അപ്പോൾ ഈ പോയിന്റ് ആണ് റൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ ആശയം വരുന്നത്.
അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഫിഗറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ഒരു യൂണിറ്റ് സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു ലൈൻ എന്ന് പറയുന്ന കാര്യം അതിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലൈൻ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. 3 സബ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യത്തെ കാര്യം പറയുന്നത് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ കാര്യം പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ നമ്മളൊരു ടാൻജന്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും. തന്നിരിക്കുന്ന ഗിവൺ കണ്ടീഷൻസുകൾ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ആംഗിൾ തന്നിരിക്കുന്നത്? 30 ഡിഗ്രിയാണ്. അതായത് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ 30 ഡിഗ്രി ഇസ് ഈക്വൽ ടു 1/√3. അപ്പോൾ ലൈൻ എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് എന്താണ്? 1/√3 എന്ന് പറയുന്ന കാര്യമാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ശരിക്ക് y = x എന്ന് പറയുന്ന ഫോമിലാണ്. y = x ആണ് എന്നല്ല നമ്മൾ പറയുന്നത്, y = x എന്ന് പറയുന്ന ഫോമിലാണ് നിലനിൽക്കുന്നത്. ഈ y = x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എത്രയാണ് വരിക? 1 ആണ് അതിന്റെ സ്ലോപ്പ് വരിക. പക്ഷെ ഇവിടെ നമുക്ക് സ്ലോപ്പ് എത്രയാണ് വരേണ്ടത്? 1/√3 എന്ന് പറയുന്ന കാര്യമാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്നത് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y = 1/√3x ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം, √3y എന്ന് പറയുന്നത് എന്തായിരിക്കും? x ആയിരിക്കും. ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു ലൈൻ എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് y = mx + e ആണ്. ഈ ലൈൻ വരയ്ക്കുമ്പോൾ അത് y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? 0 എന്ന് പറഞ്ഞ പോയിന്റാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്, സ്ലോപ്പ് എന്ന് പറയുന്നത് 1/√3 ആണ്. അത് എവിടേക്ക് അപ്ലൈ ചെയ്യാം? y = mx + e ഫോമിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താലും എന്ത് തന്നെയാണ് ആൻസർ കിട്ടുക? √3y എന്ന് പറയുന്നത് = x ആയിരിക്കും. ബി പാർട്ടിൽ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ്. ഇത് യൂണിറ്റ് സർക്കിൾ ആണ്. ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആംഗിൾ ആണ് ഇവിടെ 30 ഡിഗ്രി എന്ന് പറയുന്ന ആശയം കിടക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിനെ സെന്ററിലേക്ക് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഐഡിയ പ്രകാരം ആ എ എന്ന് പറയുന്ന പോയിന്റ് cos 30 ഡിഗ്രി sin 30 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. അതായത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്ര വരും? അപ്പോൾ √3/2, 1/2. ബി എന്ന് പറയുന്ന പോയിന്റ് ഇത് യൂണിറ്റ് സർക്കിളിന് മുകളിലുള്ളതാണ്. ഇത് കിടക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, ഈ പോയിന്റ് കിടക്കുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് എന്താ വരിക? ഇതേ കോർഡിനേറ്റ്സുകൾ തന്നെയാണ് വരിക, പക്ഷേ രണ്ടും പോസിറ്റീവ് ആയിരിക്കില്ല, രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് -√3/2 -1/2. ലാസ്റ്റ് പാർട്ടിൽ കണ്ടെത്താനുള്ളത് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഏത് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യേണ്ടത്? എ എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ്. അതായത് √3/2, 1/2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ലൈൻ നമ്മളിവിടെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈനും നമ്മുടെ ഗിവൺ ലൈനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒരു ടാൻജന്റ് ലൈൻ എന്ന് പറയുന്ന ആശയം ഒന്ന് വരച്ചു നോക്കാം. ടാൻജന്റ് ലൈൻ വരച്ചു നോക്കുമ്പോൾ എന്താണ്? ഈ ലൈനും ഈ ലൈനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് y - y0 എന്ന് പറയുന്നത് 1/2 ഈക്വൽ ടു m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ്? 1/√3 ആണ്. അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ വരും. അതായത് എത്ര വരും? -√3 ഇൻറ്റു x - x0 എന്ന് പറയുന്നത് √3/2. 2y - 1/2 ഈക്വൽ ടു -√3 ഇൻറ്റു 2x - √3 /2. 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. 2y - 1 ഈക്വൽ ടു -2√3x + 3. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. √3 × √3 എന്ന് പറഞ്ഞാൽ വരും 3 വരും. അതായത് 2√3x + 2y - 1 - 3 = 0. 2√3x + 2y - 4 = 0. എല്ലാത്തിലും 2 കോമൺ ഫാക്ടർ ആണ്. 2 എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ √3x + y - 2 = 0.